കോഴയാരോപണത്തിന് പിന്നിൽ സിപിഐഎം ആണെന്ന എം കെ രാഘവന്റെ പരാമർശത്തിൽ എം കെ രാഘവന് സിപിഐഎം വക്കീൽ നോട്ടീസ് അയച്ചു. എം കെ രാഘവൻ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുന്നുണ്ട്. പി വി കുട്ടൻ, ഈ ചാനലിന്റെ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഈ ആരോപണത്തിന് പിന്നിൽ സിപിഐഎം ആണ് എന്ന ആരോപണമാണ് പ്രധാനമായും എം കെ രാഘവനും കോൺഗ്രസും ഉയർത്തിയത്. ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസിൽ സിപിഐഎം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, ദേശീയ ചാനലാണ് എം കെ രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തുവിട്ടത്. ആ വാർത്ത പുറത്തു വന്നയുടൻ തന്നെ ഏപ്രിൽ 4-ാം തീയതി കോഴിക്കോട്ട് DCC ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിച്ച് എം കെ രാഘവനും അതുപോലെ TCT ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഈ വാർത്തക്ക് പിന്നിൽ സിപിഐഎം മാഫിയകൾ, ചില മാഫിയകളുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് ആരോപിച്ചിരുന്നു. അത് തെളിയിക്കുന്നതിന് വേണ്ടി അന്ന് തന്നെ CPM നേതൃത്വം, ജില്ലാ നേതൃത്വം എം കെ രാഘവനെയും കോൺഗ്രസ് നേതാക്കളെയും വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് ആധികാരികമായ ഒരു തെളിവുകളും ഹാജരാക്കാൻ ഇതുവരെയും രാഘവന് സാധിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് CPIM എം കെ രാഘവനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ഒരു പരാമർശം CPMന് വലിയ അവമതിപ്പുണ്ടാക്കുന്ന പരാമർശമാണ്. അതുകൊണ്ട് തന്നെ ആ പരാമർശം പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണമെന്നാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർക്ക് വേണ്ടി അഡ്വക്കേറ്റ് PV ഹരി അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസ് പറയുന്നത്. വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് തന്നെ എം കെ രാഘവൻ ഈ വിഷയത്തിൽ, ഈ ആരോപണങ്ങളിൽ മാപ്പ് പറയണമെന്നാണ് വക്കീൽ നോട്ടീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം സിവിലായും ക്രിമിനലായും നിയമ നടപടികൾ സ്വീകരിക്കും. അതുപോലെ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനു, തീർച്ചയായും പി വി കുട്ടനാണ് വിവരങ്ങൾ. കുട്ടൻ, വളരെ പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു. അതായത് ഇതിൽ കാണുന്നത് ദൃശ്യങ്ങൾ സഹിതമാണ് പുറത്തു വന്നത്. ആദ്യം പറഞ്ഞു ഇത് ഡബ് ചെയ്തതാണ് എന്ന്, പിന്നീട് പറയുന്നു ഈ ആരോപണത്തിന് പിന്നിൽ CPIMന്റെ ഗൂഢാലോചനയുണ്ട് എന്ന്. എന്നാൽ അത് ഏത് വിധത്തിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. അതായത് ഏത് വിധേനയും പ്രതിരോധിക്കുക എന്നതിനു വേണ്ടി CPIMനെ കരുവാക്കുകയാണ്, അല്ലെങ്കിൽ CPIMന് നേരെ ഈ ആരോപണം തിരിച്ചു വെക്കുകയാണോ എന്നാണ് പാർട്ടി വക്കീൽ നോട്ടീസിലൂടെ പറയുന്നത്. അങ്ങനെയാണോ വക്കീൽ നോട്ടീസിൽ പറയുന്നത്? കാരണം വലിയ ജനസ്വാധീനമുള്ള, ജനപിന്തുണയുള്ള പാർട്ടിയാണ് CPIM. CPIM ഇത്തരം ഒരു ഗൂഢാലോചന നടത്തില്ല എന്ന് എം കെ രാഘവന് തന്നെ അറിയാം. എന്നിട്ട് പോലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ഒരു വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ, കോഴ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി, അതിൽ നിന്നും തലയൂരുന്നതിന് വേണ്ടി ഈ സംഭവങ്ങളെല്ലാം CPIMന്റെ മുകളിലേക്ക് ചാരുന്ന ഒരു നിലപാടാണ് എം കെ രാഘവൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ മാപ്പ് പറയണം, ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണം. വാർത്താ സമ്മേളനം നടത്തി തന്നെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ CPIM ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സിവിലായും ക്രിമിനലായും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും CPIM അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു വശത്ത് അതിന്റെ അന്വേഷണപരമായ നടപടികൾ ഒരു വശത്ത് നടക്കുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന്, മറുവശത്ത് ഇപ്പോൾ ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIM വക്കീൽ നോട്ടീസ് കൂടി അയക്കുമ്പോൾ അതിൽ പ്രതികരണം നടത്താതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എം കെ രാഘവനും കോൺഗ്രസും എത്തുന്ന ഒരവസ്ഥയല്ലേ ഉണ്ടായിരിക്കുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും ഈ വിഷയത്തിൽ, കോഴ വിഷയത്തിൽ എം കെ രാഘവനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ എം കെ രാഘവനെ മൊഴി നൽകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകി അറിയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുത്തത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ജാഗ്രതയോടുകൂടി, വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നോക്കിക്കാണുന്നുണ്ട്. അത് ആ ഭാഗത്തു നിന്നുള്ള നടപടി വേറെ രീതിയിൽ വരാനുണ്ട്. അത്തരത്തിൽ എല്ലാ രീതിയിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇപ്പോൾ ശ്രീ പി മോഹൻ മാസ്റ്റർ നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ മോഹൻ മാസ്റ്റർ, അതായത് പാർട്ടിയെ ഈ വിഷയത്തിൽ അപമാനിക്കുന്ന രീതിയിൽ എം കെ രാഘവന്റെ ഭാഗത്തുനിന്ന് പരാമർശം വന്നിരിക്കുന്നു. അതിൽ കടുത്ത നിയമ നടപടികളിലേക്ക് CPIM നീങ്ങുന്നു എന്നാണോ ഈ വക്കീൽ നോട്ടീസിലൂടെ മനസ്സിലാക്കേണ്ടത്? ശ്രീ മോഹൻ മാസ്റ്റർ, അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഊന്നി പറയുന്നത് CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വം മാഫിയകളുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ ഒളിക്യാമറ പിന്നെ ഓപ്പറേഷന് പിന്നിലുള്ളത് എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ദിവസം ഇത്രയായിട്ടും അദ്ദേഹം അത് പിൻവലിക്കാനോ മാറ്റി പറയാനോ തിരുത്തുന്നതിനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ പൊതുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും അവമതിക്കുന്നതിനും ഒരു മോശമായി ചിത്രീകരിക്കുന്നതിനുമെല്ലാം ബോധപൂർവം നടത്തിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ കാണാൻ പറ്റൂ. ആ നിലയിൽ പാർട്ടിയുടെ അന്തസ്സ് സംരക്ഷിക്കേണ്ട ബാധ്യത CPIMന്റെ
പിന്നെ കമ്മിറ്റിക്കുണ്ട്, ജില്ലാ കമ്മിറ്റിക്കുണ്ട്. ആ നിലയിൽ കോഴിക്കോട്ടെ സീനിയർ അഡ്വക്കേറ്റ് PV ഹരി മുഖേന നിയമ നടപടിക്ക് മുന്നോടിയായുള്ള വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ വക്കീൽ നോട്ടീസിലൂടെ CPIM ആവശ്യപ്പെടുന്നത്? MK രാഘവൻ ഈ പരാമർശം പിൻവലിച്ച മാപ്പ് പറയണം തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ, എന്താണ് അതിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഞങ്ങള് അതിൽ ഉന്നയിക്കുന്നത് പിന്നെ പാർട്ടിക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനും അപകീർത്തികരമായ ഈ പ്രസ്താവന വലിയ മാനഹാനിയും നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അടിയന്തരമായി ഇത് പിൻവലിച്ച് ഈ മാപ്പപേക്ഷിക്കണം. പത്രസമ്മേളനം നടത്തി അദ്ദേഹം വലിയ നിലയിൽ വലിയ പ്രചാരം കിട്ടുന്ന വിധത്തിലാണ് ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അതേ നിലയിൽ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് CPIM ഇതിൽ പങ്കുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിക്കാനിടയായത് തെറ്റായി പോയെന്ന് ഏറ്റുപറഞ്ഞ് എന്നിട്ട് മാപ്പപേക്ഷിച്ച് 15 ദിവസത്തിനകം മാപ്പപേക്ഷിക്കുകയും അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ പേരിൽ സിവിലായും ക്രിമിനലായും നിയമ നടപടി സ്വീകരിക്കുന്നതാണ് എന്നാണ് വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ P. മോഹൻ മാസ്റ്റർ ഞങ്ങളോട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും ഈ കോഴ വിവാദം, അതായത് ചാനലിലൂടെ കോഴ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന സംഭവത്തിന് പിന്നിൽ, ആരോപണത്തിന് പിന്നിൽ CPIM ആണെന്നായിരുന്നു MK രാഘവൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. CPIM മാഫിയകളുടെ സഹായത്തോടെയാണ് ഇക്കാര്യം ചെയ്തത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിച്ചത്. ഏതായാലും ഈ ആരോപണങ്ങൾക്ക് എതിരെ CPIM വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 15 ദിവസത്തിനകം ഇത് പിൻവലിച്ച് മാപ്പ് പറയണം. അതുണ്ടായില്ലെങ്കിൽ മറ്റ് നിയമ നടപടികളിലേക്ക്, സിവിലായും ക്രിമിനലായുമുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ പറയുന്നത്. PV കുട്ടനാട് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം പ്രതികരിച്ചത് P. മോഹനൻ മാസ്റ്റർ. അതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തയിലേക്ക്. 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ അന്വേഷണ സംഘം കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ മൊഴിയെടുത്തു. ചാനലും അന്വേഷണ പരിധിയിലെന്ന് പോലീസ്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നും മൊഴി നൽകിയതായും MK രാഘവനും പറഞ്ഞു. രാവിലെ 7:15 ACP വാഹിദ്, DCP ജമാലുദ്ദീൻ എന്നിവർ മൊഴിയെടുക്കുന്നതിനായി MK രാഘവന്റെ കോഴിക്കോട്ടെ വസതിയിൽ എത്തിയത്. 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ട മൊഴിയെടുപ്പിൽ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. മൊഴി രേഖപ്പെടുത്തിയെന്നും അന്വേഷണം തുടരുമെന്നും ACP വാഹിദ് അറിയിച്ചു. ചാനൽ മേധാവിയുടെയും റിപ്പോർട്ടർമാരുടെയും മൊഴിയെടുക്കും. യഥാർത്ഥ ദൃശ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള നടപടികൾ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും വാഹിദ് പറഞ്ഞു. പറയാനുള്ള മൊഴി നിങ്ങൾ എടുത്തു, നമുക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചു, അദ്ദേഹത്തിന് മറുപടി തന്നു. തുടർന്ന് അന്വേഷണം നടക്കും. ഞങ്ങൾ തുടരന്വേഷണം നടത്തും. ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെല്ലാം ശ്രമം നടത്തും. മൊഴി നൽകിയതായി രാഘവനും പ്രതികരിച്ചു. നീതിന്യായ കോടതിയും ജനകീയ കോടതിയും തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു, അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലാണ്. അത് അവിടെ നടക്കുക. അന്വേഷണ സംഘത്തിന് പിന്നാലെ DCC പ്രസിഡന്റ് T. സിദ്ദിഖും രാഘവന്റെ വീട്ടിലെത്തിയിരുന്നു. TV9 ഭാരത് വർഷ ചാനലാണ് MK രാഘവൻ കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജയിച്ചാൽ കാലുമാറില്ലെന്ന് പരസ്യം നൽകേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് നാണക്കെട്ട അവസ്ഥയിലാണ്. കോൺഗ്രസ് UPയിൽ തനിച്ച് മത്സരിച്ച് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനമാണോ മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഒരു സംശയത്തിനും ഇടയില്ലാത്ത ഒരാളെ വേണം ഇക്കുറി ലോക്സഭയിലേക്ക് അയക്കാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രാജ്യത്തിന്റെ രാഷ്ട്രീയ പരിസ്ഥിതി അങ്ങനെയാണ് നിലനിൽക്കുന്നത്. ഒരു സംശയത്തിനും ഇടയില്ലാത്തത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിച്ചു. ഒരു കാരണവശാലും കാലുമാറാത്ത, BJPയിലേക്ക് പോകാത്ത ഒരു MPയെ വേണം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അത് ഇടതുപക്ഷത്തെ വിശ്വസിക്കാം. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ജയിച്ചു പോകുന്ന ആളുകൾ വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അത് രാജ്യത്താകമാനം ഒട്ടേറെ MPമാർ, മുൻ മുഖ്യമന്ത്രിമാർ, PCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ ഇതിനകം തന്നെ BJPയുടെ ഭാഗമായ കഥ അദ്ദേഹം വിശദീകരിച്ചു. അതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇപ്പോൾ നൽകിയിരിക്കുന്ന പരസ്യമാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും താൻ ജയിച്ചാൽ കാലുമാറില്ല എന്ന പരസ്യം നൽകിയിരിക്കുന്നു. അത്രമാൽ ഗതികേടിലാണ് കോൺഗ്രസ് എന്നാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. വോട്ട് ചെയ്യുമ്പോൾ വിശ്വാസ്യത ഉറപ്പാക്കണം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ വിശ്വാസ്യത എന്ന് പറയുന്നത് ജയിച്ചാൽ BJPയിലേക്ക് പോകില്ല എന്ന വിശ്വാസ്യതയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രളയവുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂറി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഒക്കെ വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി പ്രതിപാദിച്ചു. നിർമ്മാണത്തിന് എതിരെ എന്ത് എതിർപ്പുണ്ടായാലും അത് ജനങ്ങളെ ഒപ്പം നിർത്തി സംസ്ഥാനത്തിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കുക തന്നെ ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്.
സലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. ചട്ടങ്ങൾ പാലിച്ചാണ് കിഫ്ബി പ്രവർത്തിക്കുന്നതെന്നും ലോകത്തെ നമ്പർ 1 കമ്പനികളിൽ ഒന്നിനെയാണ് ചുമതലപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദമുണ്ടാക്കി വികസനം തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 21 ലക്ഷം കോടിയുടെ ആസ്തിയുള്ള കനേഡിയൻ സർക്കാർ പെൻഷൻ കൈകാര്യം ചെയ്യുന്ന ലോകത്തെ മികച്ച കമ്പനിക്കാണ് ചുമതല നൽകിയത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കനേഡിയൻ കമ്പനിയും നേരിട്ടാണ് ഇടപാടുകൾ. കിഫ്ബി വിലപേശിയല്ല ഇതൊന്നും നടപ്പാക്കുന്നതെന്നും കിഫ്ബിക്ക് ലഭിക്കേണ്ട പലിശ റിസർവ് ബാങ്ക് വഴിയാണ് നിശ്ചയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഫണ്ട് ലഭ്യമാക്കാനുള്ള വിവിധ പരിപാടികളുണ്ട്. അതിലൊന്നാണ് മസാല ബോണ്ട്. ആ ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബി നേരിട്ട് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനവുമായി വിലപേശിയിട്ടല്ല. അപ്പോൾ കിഫ്ബി ഏത് രീതിയിൽ ഫണ്ട് സ്വീകരിക്കും, എത്ര ഫണ്ട് വേണം, എന്താണ് അതിന് കിഫ്ബി നൽകുന്ന പലിശ, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് അറിയിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. BJP നേതാക്കളും പ്രതിപക്ഷ നേതാവും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് സർക്കാരിനെതിരെ ഒരേ സ്വരത്തിൽ പറയുന്നത്. വിവാദമുണ്ടാക്കി വികസനം മുടക്കാമെന്ന് ആരും കരുതേണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കിഫ്ബി ഈ 5 വർഷക്കാലം 50,000 കോടി രൂപയുടെ പദ്ധതികൾ ആവശ്യമായ ഫണ്ട് കിഫ്ബിയിലൂടെ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം അതിനെ ശക്തമായി എതിർക്കാൻ തയ്യാറായി. പരിഹാസം, എവിടുന്ന് ഫണ്ട് എവിടുന്നാണ്, ഇത് നടക്കാത്തൊരു കാര്യമാണ്, വെറുതെ ബടായി പറയാണ് എന്നൊക്കെയുള്ള മട്ടിലുള്ള പ്രചരണങ്ങൾ വന്നു. ഇപ്പം എന്താ സ്ഥിതി? 2 വർഷത്തിലധികം ബാക്കി നിൽക്കുകയാണ് കേട്ടോ ഗവൺമെൻറ് പ്രവർത്തനം നടത്താൻ. ഇപ്പോൾ 42,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിക്കഴിഞ്ഞു. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കും സംശയങ്ങൾക്കും എണ്ണി മറുപടി പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. താനൂരിൽ പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചരണ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിവിപാറ്റ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണാൻ സുപ്രീം കോടതി ഉത്തരവ്. ഒരു മണ്ഡലത്തിലെ 5 വിവിപാറ്റ് മെഷീനുകളിലെ വോട്ടുകളാണ് എണ്ണേണ്ടത്. രാജ്യത്താകമാനം 20,625 വിവിപാറ്റ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണം. 21 രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജിയിലാണ് നിർണായകമായ ഉത്തരവ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉത്തരവ് ബാധകമാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം മാത്രമുള്ളപ്പോൾ വോട്ടെണ്ണൽ രീതിയിൽ സുപ്രീം കോടതി നിർണായകമായ ഭേദഗതി കൊണ്ടുവന്നു. ഒരു മണ്ഡലത്തിലെ 5 വിവിപാറ്റ് മെഷീനുകളിലെ വോട്ടുകൾ ഇനി മുതൽ എണ്ണണം. നിലവിൽ ഒരു വിവിപാറ്റ് മെഷീനാണ് ഒരു മണ്ഡലത്തിൽ എണ്ണുന്നത്. ഇത് സുപ്രീം കോടതി 5 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. അതിനുശേഷം മാത്രം ഫലപ്രഖ്യാപനം. രാജ്യത്താകമാനം 20,625 വിവിപാറ്റ് മെഷീനുകൾ എണ്ണേണ്ടി വരും. കേരളത്തിൽ 700 മെഷീനിലെ സ്ലിപ്പുകളും എണ്ണുമെന്നാണ് കണക്ക്. വിവിപാറ്റുകൾ എണ്ണേണ്ട മെഷീനുകൾ തെരഞ്ഞെടുക്കുന്നതിനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ക്രമത്തിൽ അടുക്കിയിരിക്കുന്ന മെഷീനിൽ നിന്നും ഇടവിട്ടുള്ള വിവിപാറ്റുകൾ വേണം തെരഞ്ഞെടുക്കാൻ. EVM മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ട് കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന വിവിപാറ്റ് സ്ലിപ്പുകളിലെ 50% എണ്ണി മാത്രമേ ഫലം പ്രഖ്യാപിക്കാവൂ എന്നാവശ്യപ്പെട്ട് 21 രാഷ്ട്രീയ പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയിൽ വിശദമായ വാദം കേട്ട ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിവിപാറ്റ് വോട്ടുകൾ എണ്ണുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാർക്കും സംതൃപ്തി നൽകുമെന്ന് ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കാനും ഇത് സഹായകമാകും. എന്നാൽ 50% വിവിപാറ്റ് എണ്ണുന്നതിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോജിച്ചില്ല. ഫലപ്രഖ്യാപനത്തിന് കാലതാമസം ഉണ്ടാക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിക്കാതെയാണ് സുപ്രീം കോടതി 5% വോട്ടെണ്ണാൻ ഉത്തരവിട്ടത്. സുപ്രീം കോടതി ഉത്തരവ് ഈ തെരഞ്ഞെടുപ്പ് മുതൽ പ്രാബല്യത്തിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് BJP ബന്ധം മറനീക്കി പുറത്ത്. തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശശി തരൂരിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ലെന്നും BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും തമ്പാനൂർ സതീഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തിരുവനന്തപുരത്തെ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് തന്റെ ഫേസ്ബുക്കിലൂടെ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. തനിക്ക് ചുമതലയുള്ള മണക്കാട് മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകുമെന്നതാണ് സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.
നേതാക്കന്മാർ പ്രവർത്തനത്തിനിറങ്ങുന്നില്ലെന്നും BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ വിജയിപ്പിക്കുവാനാണ് ഇവരുടെ നീക്കമെന്നും DCC ജനറൽ സെക്രട്ടറിയുടെ FB പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് കുമ്മനത്തെയും വടകരയിൽ K മുരളീധരനെയും വിജയിപ്പിക്കണമെന്നുള്ള BJP കോൺഗ്രസ് രഹസ്യധാരണ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. ഇതുറപ്പിക്കുന്നതാണ് DCC ജനറൽ സെക്രട്ടറിയുടെ പരസ്യപ്രതികരണം. തിരുവനന്തപുരത്ത് ശശി തരൂർ UDF സ്ഥാനാർത്ഥിയായി വന്നതുമുതൽ DCCയിൽ വലിയ വിമർശനമുയർന്നിരുന്നു. DCC നേതൃത്വം വിളിച്ചാൽ പോലും ഫോണെടുക്കാത്ത ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ട എന്നതായിരുന്നു DCCയുടെ തീരുമാനം. ഇതിനു പിന്നാലെയാണ് DCCയുടെ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് തരൂരിനു വേണ്ടി പ്രവർത്തനത്തിനിറങ്ങാത്ത നേതാക്കന്മാർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ FB പോസ്റ്റിൽ വരുന്ന കമന്റിന് തമ്പാനൂർ സതീഷ് നൽകുന്ന മറുപടി കോൺഗ്രസിന് BJPയുമായി രഹസ്യബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. എന്നാൽ വാർത്ത പുറത്തു വന്നതോടുകൂടി തമ്പാനൂർ സതീഷിന്റെ FB പേജിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോസ്റ്റ് അപ്രത്യക്ഷമായി. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിവിപാറ്റ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണാൻ സുപ്രീം കോടതി ഉത്തരവ്. ഒരു മണ്ഡലത്തിലെ 5 വിവിപാറ്റ് മെഷീനിലെ വോട്ടുകളാണ് എണ്ണേണ്ടത്. രാജ്യത്താകമാനം 20,625 വിവിപാറ്റ് മെഷീനിലെ വോട്ടുകൾ എണ്ണും. 21 രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജിയിലാണ് നിർണായകമായ ഉത്തരവ്. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമലയും രാമക്ഷേത്രവും ആയുധമാക്കി BJP പ്രകടന പത്രിക. രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശബരിമലയിൽ ആചാര സംരക്ഷണം ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം കർഷകരെയും മധ്യവർഗത്തെയും ലക്ഷ്യം വച്ചുള്ള പത്രികയിൽ 2014 വാഗ്ദാനങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രകടന പത്രിക ഹിന്ദുത്വ വോട്ട് ലക്ഷ്യം വെച്ചുള്ളതാണെന്ന്, വർഗീയ ധ്രുവീകരണമാണ് BJP ലക്ഷ്യമിടുന്നതെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. 2014 പ്രകടന പത്രികയിൽ നിന്ന് പുതിയ വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാട്ടാനില്ലാത്ത 2019 പ്രകടന പത്രികയിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്കാണ് BJP ഊന്നൽ നൽകിയിരിക്കുന്നത്. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും പെൻഷൻ വാഗ്ദാനം ചെയ്യുന്ന പത്രികയിൽ രാമക്ഷേത്രവും ശബരിമലയും എടുത്തു പറയുന്നു. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന BJP ശബരിമല വിഷയത്തിൽ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഭരണഘടനാപരമായ എല്ലാ സംരക്ഷണയും വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഓർഡിനൻസ് ഇറക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ BJP തയ്യാറായിട്ടില്ല. അയൽ രാജ്യങ്ങളിൽ അക്രമം നേരിടുന്ന ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, സിഖുകാർ എന്നിവർക്ക് സംരക്ഷണം നൽകുന്ന തരത്തിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുമെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. BJPയുടെ പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതും ഹിന്ദുത്വ വോട്ടുകൾ ലക്ഷ്യം വെക്കുന്നതാണെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. We have heard similar promises made 5 years ago. We've heard saying that our farmers who are under distress, they will be stopped from committing distress suicides. But the number of suicides have increased. Agrarian distress has deepened. Our youth were promised 10 crore new jobs in the last 5 years. Instead, you have unemployment rate at the highest in the last 48 years. Likewise, promises were made to every single other section. None of them have been fulfilled. In this manifesto, whatever they have issued, it is once again a list of jumlas, things that are not going to be implemented, and there is absolutely no reference. സങ്കല്പ പത്ര എന്ന് പേരിട്ടിരിക്കുന്ന പ്രകടന പത്രികയിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത് 75 വാഗ്ദാനങ്ങൾ. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും, കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370, 35A എന്നിവ റദ്ദാക്കുമെന്നും BJP ആവർത്തിക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വായ്പാ തട്ടിപ്പിനെ തുടർന്ന് ലണ്ടനിൽ അഭയം തേടിയ വിജയ് മല്യയ്ക്ക് തിരിച്ചടി. ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നതിനെതിരെ മല്യ നൽകിയ ഹർജി ലണ്ടൻ ഹൈക്കോടതി തള്ളി. മല്യയ്ക്ക് ഇനി സുപ്രീം കോടതിയെ സമീപിക്കാം. ബാങ്കുകളിൽ നിന്നും വൻ വായ്പ എടുത്ത് രാജ്യം വിട്ട വിജയ് മല്യയെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കാൻ ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ വിജയ് മല്യ നൽകിയ അപ്പീൽ ലണ്ടൻ ഹൈക്കോടതിയും തള്ളി. മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ബ്രിട്ടീഷ് ആഭ്യന്തരമന്ത്രി സജീദ് ജാവിദ് അംഗീകരിച്ചിരുന്നു. ഇതും ഹൈക്കോടതി ശരിവച്ചു. 90,000 കോടി രൂപ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നും തട്ടിച്ചെടുത്തുവെന്നാണ് കേസ്. എന്നാൽ കിങ്ഫിഷർ കമ്പനി തകർന്നതിനെ തുടർന്നാണ് ബാങ്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതെന്ന് വിജയ് മല്യ വാദിച്ചു. തന്റെ ഇന്ത്യയിലെ വസ്തുക്കൾ പിടിച്ചെടുത്ത് വായ്പാ തുക ബാങ്കുകൾക്ക് തിരിച്ചെടുക്കാമെന്നും മല്യ അറിയിച്ചു. പക്ഷേ ഹൈക്കോടതി വിജയ് മല്യയുടെ വാദം തള്ളി. ഇനി വിജയ് മല്യയ്ക്ക് ലണ്ടനിലെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം. ന്യൂസ് ബ്യൂറോ, ദില്ലി. വ്യവസായങ്ങളുടെ കുരുതിക്കളമാണ് രാഹുൽ ഗാന്ധിയുടെ അമേഠി. 500ഓളം ഇടത്തരം വൻ വ്യവസായശാലകളിൽ 380 വ്യവസായശാലകളും അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ള പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലും. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒരു തവണ പോലും പ്രധാന വ്യവസായ മേഖലയായ
ജഗദീഷ്പൂരിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്താൻ പോലും മനസ്സു കാട്ടിയിട്ടില്ല. ലക്നൌ വാരണാസി ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി പരന്നുകിടക്കുകയാണ് ജഗദീഷ്പൂർ. അമേഠിയുടെ വ്യാവസായിക തലസ്ഥാനമെന്നാണ് ജഗദീഷ്പൂർ അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ജഗദീഷ്പൂരിന്റെ പ്രതാപം അസ്തമിച്ചു. രാജീവ് ഗാന്ധിയുടെ കാലത്ത് നിന്ന് അമേഠിയുടെ കടിഞ്ഞാൺ രാഹുലിന്റെ കയ്യിലെത്തിയതു തൊട്ട് വ്യവസായ കേന്ദ്രങ്ങളിലെ സൈറൺ മുഴക്കം നിലച്ചു തുടങ്ങി. 2.5 പതിറ്റാണ്ട് മുൻപ് വരെ 500ഓളം വ്യവസായശാലകൾ ഉണ്ടായിരുന്നു അമേഠിയിൽ. ഇതിൽ 380 എണ്ണവും ഇന്ന് അടച്ചുപൂട്ടി കഴിഞ്ഞു. अगर हम बात करें तो अराउंड 90 के आसपास अराउंड 500 इंडस्ट्रीज रजिस्टर्ड थी यहाँ पे. आज हम देखें तो 80% इंडस्ट्रीज क्लोज हैं. വർഷങ്ങൾക്ക് മുൻപാണ് സ്വകാര്യ മേഖലയിലെ മാൾവിക സ്റ്റീൽ ഫാക്ടറി സെയിൽ ഏറ്റെടുത്തത്. അമേഠിയിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനമായ മാൾവികയിൽ ഇപ്പോൾ ഉൽപാദനം നിലച്ചു കഴിഞ്ഞു. സമീപത്ത് പ്രവർത്തിക്കുന്ന ബെല്ലും മോശം സ്ഥിതിയിലാണ്. ഉഷ റെക്ടിഫയർ, ഹിന്ദുസ്ഥാൻ പേപ്പർ മിൽ, യൂണിച്ചർ ടെക്സ്റ്റൈൽസ്, ഗോണ്ടി സിമൻസ് ഇങ്ങനെ നീളുന്നു വിവിധ കാലയളവിൽ പൂട്ടിപ്പോയ സംരംഭങ്ങളുടെ എണ്ണം. എന്നിട്ടും 15 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ ദുരവസ്ഥ നേരിട്ട് കാണാനോ പരിഹരിക്കാനോ രാഹുൽ ഗാന്ധി ജഗദീഷ്പൂരിൽ എത്തിയില്ലെന്നതാണ് അത്ഭുതം. जैसा मैं देख रहा हूँ कि लास्ट 15 ईयर से राहुल गांधी आते तो हैं, एवरी ईयर एवरी 6 मंथ पे भी आते हैं, लेकिन जो यहाँ नेशनल हाईवे है उस नेशनल हाईवे से वो निकल जाते हैं. कभी उन्होंने इस एरिया में एंट्री ही नहीं किया. ഇതാണ് ആരിഫ് സിമൻസ് കമ്പനി. അടച്ചുപൂട്ടിയിട്ട് 10 വർഷം പിന്നിട്ടു. ഇവിടുത്തെ ജോലി പോയതോടെ ജീവിക്കാനായി വാച്ച്മാന്റെ ജോലി ചെയ്യുകയാണ് പഴയ എഞ്ചിൻ ഓപ്പറേറ്റർ വിശ്രാം. പണ്ട് വൈകുന്നേരങ്ങളിൽ ജഗദീഷ്പൂരിലെ ഫാക്ടറികളിലേക്കുള്ള റോഡുകളിൽ ജോലി കഴിഞ്ഞവരും അടുത്ത ഷിഫ്റ്റിന് കയറാനുള്ളവരും കൂട്ടം കൂട്ടമായി നടന്നു നീങ്ങുമായിരുന്നു. ഇന്ന് പേരിന് മാത്രമാണ് ഈ വഴികളിലെ ആൾപ്പെരുമാറ്റം. നോട്ട് നിരോധനത്തിനും GSTക്കും മുൻപ് തന്നെ ജഗദീഷ്പൂരിലെ വ്യവസായങ്ങൾ റിവേഴ്സ് ഗിയറിൽ ഓടിത്തുടങ്ങിയിരുന്നു. നോട്ട് നിരോധനവും GSTയും കൂടിയായതോടെ തകർച്ച സമ്പൂർണമായി. ജഗദീഷ്പൂരിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി. കോഴിക്കോട് MK രാഘവനും BJPയും വോട്ട് കച്ചവടം നടത്തുകയാണെന്ന് LDF. MK രാഘവന്റെ കോഴ ആരോപണത്തിൽ BJP മൗനം പാലിക്കുന്നത് ഇതിന് തെളിവാണെന്ന് എളമരം കരീം. മണ്ഡലത്തിൽ BJP പ്രചരണം നടത്തുന്നില്ലെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി MK രാഘവനും BJPയും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന് LDF. ഇതിന് പിന്നിൽ BJPയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളിൽ ഒരു വിഭാഗമാണ്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP 1 ലക്ഷത്തിലധികം വോട്ട് നേടിയ മണ്ഡലമാണ് കോഴിക്കോട്. എന്നാൽ പ്രചരണ രംഗത്ത് ഇത്തവണ BJP സജീവമല്ലെന്ന് എളമരം കരീം പറഞ്ഞു. BJPയുടെ കടുത്ത ഒരു മത്സരത്തിന്റെ വേദിയായി കോഴിക്കോടിനെ മാറ്റേണ്ടതില്ല എന്ന് അവർ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾക്കുള്ള സംശയം. അതിൽ രാഘവനും BJPയുടെ ഈ ജില്ലയിലുള്ള നേതാക്കളിൽ പ്രമുഖരായ ചിലരും തമ്മിലുണ്ടാക്കിയ ഒത്തുകളിയുടെ ഭാഗമാണ് ഈ നിലപാട്. MK രാഘവനെതിരെ ഉയർന്ന കോഴ ആരോപണത്തിൽ BJP മൗനം പാലിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കാതെ അധികം അറിയപ്പെടാത്ത യുവജന പ്രവർത്തകനെ മത്സരിപ്പിക്കുന്നതും ഒത്തുകളിയുടെ ഭാഗമാണ്. ഇവിടെ എത്രയധികം നേതാക്കന്മാരുണ്ടായിരുന്നു. MT രമേശ് സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചിരുന്നില്ലേ? അദ്ദേഹം തന്നെ അതിനുവേണ്ടി കോഴിക്കോട് മണ്ഡലം സെലക്ട് ചെയ്തായിട്ട് വാർത്തകൾ വന്നില്ലേ? കൃഷ്ണദാസ് ഇല്ലേ? സുരേന്ദ്രൻ ഇല്ലേ? മുരളിയില്ലേ? ശ്രീധരൻപിള്ളയില്ലേ? ശ്രീശനില്ലേ? ഇവരൊക്കെ 4 ആൾ അറിയുന്നവരാണല്ലോ. അപ്പം ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത് രാഘവന് അങ്ങനെ ഒരു വെയിറ്റുള്ള എതിരാളിയെ കൊടുക്കേണ്ടതില്ലെന്ന് ആരോ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം 2 കൂട്ടരും തമ്മിലുള്ള ഒത്തുകളിയുടെ ദൃഷ്ടാന്തമാകുമെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.